ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അൽഫയത്ത് ഗ്രാൻഡ് മോസ്കിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ സന്ദർശകരെ റൂമിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. പ്രെയർ കഴിഞ്ഞ് ഞങ്ങൾ ടൂർ ഗൈഡ് എത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഷാഫി എന്നാണ്. ഞങ്ങൾ 6 സന്ദർശകരാണ് അദ്ദേഹത്തോടൊപ്പം ഗ്രാൻഡ് മോസ്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും ചരിത്രങ്ങളും കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഗ്രാൻഡ് മോസ്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളും ചരിത്രങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. You know, this is the main door of the mosque. It weighs around 1.5 ton. The wood is imported from India, but the craftsmanship is done inside Bahrain. Okay. And for example, the marbles that you see, these are from Italy. Italian marble. Yeah. And also on the pillars, these are also from Italy. Okay. And the lamps that you see, these lamps, these are from France. We have around 1,000 of these around the mosque. These are hand blown, specifically made for the mosque. Okay. You will see more of these when we get in. ഗ്രാൻഡ് മോസ്കിൻ്റെ ചരിത്രത്തെക്കുറിച്ചായിരുന്നു ടൂർ ഗൈഡ് നമ്മളോട് ആദ്യം പറഞ്ഞത്. 1983 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അത് നിർമ്മാണത്തിന് അതിന് നേതൃത്വം നൽകിയത് അന്നത്തെ ബഹ്റൈൻ ഭരണാധികാരിയായിരുന്ന ലേറ്റ് ഷേഖ് ഇസാ ബിൻ സൽമാൻ അൽ ഖലീഫയായിരുന്നു. 1987 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും 1988 അത് പബ്ലിക്കിന് വേണ്ടി വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഏകദേശം $20 മില്യൺ ഇതിൻ്റെ നിർമ്മാണത്തിനായി നീക്കിവെച്ചത്. 7000 വിശ്വാസികൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള വലിയൊരു സൗകര്യമാണ് ഗ്രാൻഡ് മോസ്കിലുള്ളത്. ഏകദേശം 6500 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലുള്ള മനോഹരമായ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മോസ്കാണ് ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രാൻഡ് മോസ്കിൻ്റെ അതിമനോഹരമായ കോർട്ട്യാർഡിലാണ്. വലിയൊരു കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡ് ക്രമീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്താണ്. അതായത് മെയിൻ വാതിൽ കടന്നു വരുന്ന ഒരു ഭാഗത്ത് കാണുന്ന മനോഹരമായ ഒരു കോർട്ട്യാർഡാണത്. ഏകദേശം 7000-ലധികം വിശ്വാസികളാണ് ഒരേ സമയം ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ പ്രയറിന് വേണ്ടി വരുന്നത്. ആ സമയത്ത് വലിയൊരു ക്രൗഡ് രൂപപ്പെടാറുണ്ട്. ആ അത്തരത്തിലുള്ള ക്രൗഡുകളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർട്ട്യാർഡ് കൊടുത്തിരിക്കുന്നത്. ഒട്ടനവധി ആൾക്കാർക്ക് ഈ കോർട്ട്യാർഡിൽ നിന്നുകൊണ്ട് തന്നെ പ്രയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരുപാട് വലിയ വാതിലുകളും ജനലുകളൊക്കെയാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. മനോഹരമായ ഒരു വലിയ കോർട്ട്യാർഡാണ്. ഈ ഒരു പള്ളിയുടെ ഒട്ടനവധി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടികളൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ത്യയിൽ നിന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന തേക്കുവുഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ തടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ ക്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വലിയ വാതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏകദേശം 1.5 ടണ്ണോളം വെയിറ്റ് ഉള്ളൊരു വാതിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന മാർബിൾസൊക്കെ ഇറ്റാലിയൻ മാർബിൾസാണ്. എത്രയോ കൊല്ലങ്ങൾ 1988 ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ഇപ്പോഴും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ മാർബിൾസൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൽ പില്ലറുകളിലൊക്കെ തൂണുകളിലൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന മാർബിൾസും അതുപോലെ തന്നെ ഗ്രാനൈറ്റൊക്കെ ഇറ്റാലിയിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റ്സൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ലൈറ്റുകൾ 1000-ലധികം ലൈറ്റുകളാണ്, ഹാങ്ങിങ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ വരണം. അകത്തും പുറത്തുമായിട്ട് 1000-ലധികം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളും യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫൈനലി കോർട്ട്യാർഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ 6 പേരും ടൂർ ഗൈഡിനൊപ്പം ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലെ മെയിൻ ഹോളിലേക്ക് കയറാൻ പോവുകയാണ്. ഉള്ളിലെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി പോവുകയാണ്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലേക്കും അകത്തേക്കും പുറത്തേക്കൊക്കെ വരുന്നത്. എന്തായാലും മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത്രയും വലിയൊരു അടിപൊളി ഹിസ്റ്റോറിക്കലായിട്ടൊരു മോസ്കാണ്. ഇതിൻ്റെ മകുടം എന്നല്ല എന്ന് പറയുന്നത്, ആ മിനാരം അതിൽ ചെയ്തിരിക്കുന്ന ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണൊരു പ്രയർ ഏരിയ എന്ന് പറയുന്നത്. മനോഹരമായ ഒരു മോസ്ക് തന്നെയാണ്. How the prayer is actually done.
So to give you a little bit about what's actually the prayer and why it's done. So of course, as you might know, the Muslims believe in the God. നമ്മൾ ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. മനോഹരമായ ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ഈ മകുടം എന്താ പറയുന്ന ഡോമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വലിയൊരു ഹാളാണ്. ഇവിടെയാണ് പ്രയറിന് ആൾക്കാരൊക്കെ വരുന്നത്. ഗ്രാൻഡ് മോസ്കിൻ്റെ അതിമനോഹരമായ ഉൾക്കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ വലിയൊരു ഡോം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ 4ഓളം ഡോമുകളാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 27 മീറ്ററോളം നീളമുള്ള 4 ഡോമുകളും 2 മിനാറുമാണ് ഈ പള്ളിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മനോഹരമായ ഒരുപാട് ലൈറ്റുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഏകദേശം 1000-ലധികം ലൈറ്റുകളാണ് ഇതുപോലെ ഘടിപ്പിച്ചിരിക്കുന്നത്. അകത്തും പുറത്തുമായിട്ട് മനോഹരമായ കാൻഡിലിവർ ലൈറ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു ഡോമുകളിലും അതുപോലെ തന്നെ പള്ളിയുടെ ഉൾവശത്തെ വാളുകളിലും ഈ തൂണുകളിലൊക്കെ കുഫിക് കാലിഗ്രാഫിയിൽ എഴുതിയ അറബിക് വേഴ്സസ് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് അടുത്ത് വന്ന് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇതുപോലെയുള്ള അറബിക് വേഴ്സസുകളാണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ പുറത്തെ ചുവരുകളിലൊക്കെ ഇതുപോലെ കുഫിക് കാലിഗ്രാഫിയിൽ എഴുതിയ അറബിക് വേഴ്സസ് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളെന്തായാലും ഈ താഴത്തെ കാഴ്ചകൾ, ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുകളിലത്തെ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിൻ്റെ ബാൽക്കണി ലെവലിലെത്തി. മനോഹരമായ ബാൽക്കണി ലെവലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരാഗ്രഹമാണ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കുക എന്നുള്ളത്. ഒരുപാട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും എനിക്കിതിനുള്ളിലേക്ക് കയറുവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാനോ ഒന്നും സാധിച്ചില്ല. മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ഏകദേശം 7000 ആൾക്കാർക്ക് ഒരേ സമയം പ്രയറിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ താഴത്തെ വലിയ ഹാള്, അതുപോലെ തന്നെ ഈ ഒരു 3 ഭാഗം ബാൽക്കണിയുണ്ട്, അതുപോലെ തന്നെ കോർട്ട്യാർഡ്. ഇത്രയും സ്ഥലത്ത് 7000 ആൾക്കാർക്ക് പ്രയറിന് ഇരിക്കാമെന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഓൾമോസ്റ്റ് 90% തടി കേരളത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വിരിച്ചിരിക്കുന്ന മാർബിൾസൊക്കെ ഇറ്റാലിയൻ മാർബിൾസാണ്. ഏകദേശം 1988 വിരിച്ച മാർബിൾസിനൊന്നും ഇതുവരെ ഒരു കേടുപാടുകളോ അല്ലെങ്കിൽ അതിൻ്റെ നിറം മങ്ങുകയോ സ്ക്രാച്ചസ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് ഈ പില്ലറുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന മാർബിൾസും അതും ഇറ്റാലിയൻ മാർബിൾസാണ്. അതുപോലെ 5000-ഓളം ലൈറ്റുകൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫ്രാൻസിൽ നിന്ന് 5000-ഓളം ലൈറ്റുകൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉൾഭാഗം കാണുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ നമ്മളെ ഗൈഡ് മിസ്റ്റർ ഷാഫി വളരെ സപ്പോർട്ടീവ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വലിയൊരു ഡോമാണ്, മകുടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ ഇതിന് മുൻവശത്തായിട്ട് 2 മിനാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബഹറിൻ്റെ മോസ്കിൻ്റെ ചരിത്രങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അഹമ്മദ് അൽഫയത്ത് ഇസ്ലാമിക് സെൻറ്റർ അഥവാ ഗ്രാൻഡ് മോസ്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 1 യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വീണ്ടും മനോഹരമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.